ഹലോ ഫ്രണ്ട്സ്, +2 ഫിസിക്സ് ചാപ്റ്റർ 1 ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഡെറിവേഷനാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഇന്നത്തെ ഡെറിവേഷൻ പഠിക്കുന്നതിന് മുൻപ് ക്ലാസ് നമ്പർ 9 നമ്മൾ മറ്റൊരു ഡെറിവേഷൻ ഡിസ്കസ് ചെയ്തിരുന്നു. ആ ഡെറിവേഷനും ഇന്ന് പഠിക്കുന്ന ഡെറിവേഷനും ഒരേ സമയത്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഓർമ്മയിൽ ഇരിക്കാൻ എളുപ്പമുണ്ടാകും. മാത്രമല്ല, ഈ രണ്ട് ഡെറിവേഷനുകളുടെയും റിസൾട്ടും പരസ്പരം ബന്ധിപ്പിച്ച് പഠിക്കാൻ പറ്റും. അപ്പോൾ ആ വീഡിയോ 9-ാം നമ്പർ വീഡിയോ ക്ലാസ് കൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇന്നത്തെ ടോപ്പിക് ഇതാണ്: ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ ഓൺ ദി ഇക്വറ്റോറിയൽ ലൈൻ. അതായത് ഒരു ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഇക്വറ്റോറിയൽ ലൈനിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. നമുക്ക് ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഡൈപോൾ വരയ്ക്കുകയാണ്. ഡൈപോളിൻ്റെ രണ്ട് ചാർജുകൾ, ഇവിടെ +q, ഇവിടെ -q. ഡൈപോളിൻ്റെ ആക്സിസ്, സെൻറ്റർ O. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഡൈപോളിൻ്റെ ഇക്വറ്റോറിയൽ ലൈനിലെ ഒരു പോയിൻറ്റിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ അതിനാദ്യം എന്താണ് ഇക്വറ്റോറിയൽ ലൈൻ എന്നറിയണം. നമ്മുടെ ഈ ഡൈപോളിൻ്റെ സെൻറ്ററിലൂടെ ഡൈപോളിനെ രണ്ടായി ഭാഗിച്ചുകൊണ്ട് കടന്നു പോകുന്ന ലൈനെയാണ് നമ്മൾ ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വറ്റോറിയൽ ലൈനിലുള്ള ഒരു പോയിൻറ്റിലെ ഇലക്ട്രിക് ഫീൽഡാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഇക്വറ്റോറിയൽ പോയിൻ്റ് ഇവിടെ പരിഗണിക്കുകയാണ്. പോയിൻറ്റിൻ്റെ പേര് P. ഡൈപോളിൽ ഇനിയും ഡിസ്റ്റൻസുകൾ മാർക്ക് ചെയ്യാനുണ്ട്. ഈ ദൂരം A, ഈ ഡിസ്റ്റൻസ് A. ദെൻ +q-വിൽ നിന്നും പോയിൻ്റ് Pയിലേക്കുള്ള ദൂരം മെൻഷൻ ചെയ്യുന്നു. പോയിൻ്റ് Pയിൽ നിന്നും -q-വിലേക്കുള്ള ദൂരം മെൻഷൻ ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യം, പോയിൻ്റ് P ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്നും r ഡിസ്റ്റൻസ് അകലെയാണ് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ആംഗിൾ തീറ്റയാണെന്നും നമുക്കറിയാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളിവിടെ കാണുന്ന ഈ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ പരിഗണിച്ചാൽ ഒരു സൈഡ് A ആണ്, മറ്റൊരു സൈഡ് R ആണെങ്കിൽ നമുക്ക് എഴുതാം the third side is √r² + a². പൈതഗോറസ് തിയറം. അങ്ങനെയെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തുള്ള സെയിം സൈഡും r² + a² എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഈ കാണുന്ന ഡൈപോൾ മുഖാന്തരം അതിൻ്റെ ഇക്വറ്റോറിയൽ ലൈനിലെ പോയിൻ്റായ Pയിലെ ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇവിടെയും തൊട്ട് മുൻപുള്ള വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതുപോലെ രണ്ട് സോഴ്സ് ചാർജുകളുണ്ട്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കേണ്ട പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷനാണ്. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിളിനെ വിശദമായി ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ക്ലാസ്സിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അതുകൂടെ ഒന്ന് കാണുന്നത് നന്നായിരിക്കും. അപ്പോൾ ഓരോ തവണയും ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കാണുന്നു. +q കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണുന്നു, ദെൻ -q കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണുന്നു. അതിന് ശേഷം അവിടെ വെക്റ്റർ സമ്മ് എടുക്കും. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇലക്ട്രിക് ഫീൽഡുകൾ മാർക്ക് ചെയ്തിട്ടില്ല, നമുക്ക് ഡിറൈവ് ചെയ്ത് വരുമ്പോൾ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് പരിഗണിക്കുകയാണ്. ഫസ്റ്റ്, ഇലക്ട്രിക് ഫീൽഡ് അറ്റ് P ഡ്യൂ ടു +q. ഓക്കെ, +q ചാർജ് കാരണം പോയിൻ്റ് Pയിലുള്ള ഇലക്ട്രിക് ഫീൽഡ്. ഇക്വേഷൻ എഴുതാം. E = വെക്റ്റർ E = 1/4πε0 q by √r² + a² the whole square. അങ്ങനെയാണ് എഴുതുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയെന്ന് ചോദിച്ചാൽ, ഈ തവണ നമ്മുടെ സോഴ്സ് ചാർജും പോയിൻറ്റും തമ്മിലുള്ള ദൂരം നമുക്കറിയാം, √r² + a². അതിൻ്റെ സ്ക്വയറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, നമുക്ക് √r² + a² the whole square എന്ന് പറയുന്നത് റൂട്ടിൻ്റെ സ്ക്വയർ എടുത്താൽ റൂട്ട് പോകുമെന്ന് നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ടൈം r² + a² എന്ന് ചുരുങ്ങും, അല്ലെങ്കിൽ സിംപ്ലിഫൈഡ് ആവും. അപ്പോൾ ശരിക്കും നമുക്ക് ഇങ്ങനെ എഴുതേണ്ടതില്ല, ഇങ്ങനെ എഴുതിയാലും മതി. അപ്പോൾ നാം അങ്ങനെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കേട്ടോ.
സോ ഡിനോമിനേറ്ററിൽ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ പ്ലസ് ക്യൂ ചാർജ് കാരണം പോയിൻ്റ് പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടു. അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ഇവിടെ കിട്ടിയത്. ഇനി നമുക്ക് ഈ ഡയറക്ഷൻ ഫിഗറിലൊന്ന് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. നോക്കിയാൽ അറിയാം, സോഴ്സ് ചാർജ് പോസിറ്റീവാണ്, ടെസ്റ്റ് ചാർജും പോസിറ്റീവാണ്. സ്വാഭാവികമായും പിയിലുള്ള ടെസ്റ്റ് ചാർജിനെ റിപ്പൽ ചെയ്ത് കളയുവാനാണ് സോഴ്സ് ചാർജ് ശ്രമിക്കുക. സോ ഡയറക്ഷൻ മാർക്ക് ചെയ്യുമ്പോൾ യു ഗെറ്റ് ദി ഡയറക്ഷൻ. ഇതാണ് നമ്മുടെ ഇ പ്ലസ് ക്യൂ എന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, ദെൻ നമ്മൾ രണ്ടാമത്തെ മൈനസ് ക്യൂ എന്ന ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് എഴുതുകയാണോ. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി ഡ്യൂ ടു മൈനസ് ക്യൂ. ഫിഗറിലൊന്ന് നോക്കുക, മൈനസ് ക്യൂ കാരണം പോയിൻ്റ് പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഡിറൈവ് ചെയ്യുന്നു, ഇക്വേഷൻ എഴുതുന്നു. വെക്റ്റർ ഇ ഈസ് ഈക്വൽ ടു 1/4πε0 ക്യൂ ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. എന്തുകൊണ്ടാണ് അതേ ഇക്വേഷൻ വീണ്ടും എഴുതിയതെന്ന് ചോദിച്ചാൽ, ഇവിടെയും മൈനസ് ക്യൂ എന്ന ചാർജും പോയിൻ്റ് പിയും തമ്മിലുള്ള ദൂരം √r² പ്ലസ് എ സ്ക്വയർ ആണ്. ആ ടേം നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ്റെ ഡിനോമിനേറ്ററിൽ വന്നു കഴിയുമ്പോൾ ഇങ്ങനെ ചുരുങ്ങും. ക്ലിയർ? ഇനി ഈ മൈനസ് ക്യൂ എന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കൂടെ മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇത്തവണത്തെ സോഴ്സ് ചാർജ് നെഗറ്റീവാണ്, പക്ഷേ ടെസ്റ്റ് ചാർജ് പോസിറ്റീവാണ്. സ്വാഭാവികമായും ടെസ്റ്റ് ചാർജിനെ തന്നിലേക്ക് അട്രാക്റ്റ് ചെയ്യുവാനായിരിക്കും സോഴ്സ് ചാർജ് ശ്രമിക്കുക. അതുകൊണ്ട് നമുക്ക് ഡയറക്ഷൻ മാർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയാവും കിട്ടുക. ദിസ് ഈസ് ദി ഡയറക്ഷൻ ഓഫ് ഇ മൈനസ് ക്യൂ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ശരി, ഇനി ഈ ഫിഗറിലേക്കൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ഒരു പോയിൻറ്റിൽ രണ്ട് വ്യത്യസ്ത ദിശകളിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കിട്ടുന്നത്. നമുക്ക് പോയിൻ്റ് പിയിലെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് കാണണമെങ്കിൽ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഈ രണ്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെയും വെക്റ്റർ സം എടുത്താൽ മതി. അപ്പോൾ മാഗ്നിറ്റ്യൂഡിലേക്ക് നോക്കിയാൽ മനസ്സിലാവും, ഈ പ്ലസ് ക്യൂവും ഈ മൈനസ് ക്യൂവും, ഓക്കെ മാർക്ക് ചെയ്യാൻ വിട്ടതാണ്, ഈ പ്ലസ് ക്യൂവും ഈ മൈനസ് ക്യൂവും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷേ ഡയറക്ഷനിൽ മാത്രമേ മാറ്റമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന ടെക്നിക്ക് ഇതാണ്. നമ്മൾ ഈ പ്ലസ് ക്യൂവിനെയും ഈ മൈനസ് ക്യൂവിനെയും അവയുടെ ഹൊറിസോണ്ടൽ വേർട്ടിക്കൽ കോമ്പണൻറ്റുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം ഈ പ്ലസ് ക്യൂവിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് ഇ പ്ലസ് ക്യൂ കോസ് തീറ്റ അഥവാ കോസ് തീറ്റ കോമ്പണൻറ്റ്. ദിസ് ഈസ് ഇ പ്ലസ് ക്യൂ സൈൻ തീറ്റ. ഓക്കെ, അപ്പോൾ ഈ പ്ലസ് ക്യൂവിനെ നമ്മൾ കോസ് തീറ്റ സൈൻ തീറ്റ കോമ്പണൻറ്റുകളായിട്ട് റിസോൾവ് ചെയ്തു. സ്പ്ലിറ്റ് ചെയ്യുക എന്നല്ല വാക്ക് ഉപയോഗിക്കേണ്ടത്, റിസോൾവ് ചെയ്തു. ഇനി ഈ മൈനസ് ക്യൂവിനെ റിസോൾവ് ചെയ്യുമ്പോഴും ഇതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും ഈ മൈനസ് ക്യൂവിൻ്റെയും കോസ് തീറ്റ കോമ്പണൻറ്റ് ഉണ്ടാവുക. സോ ദിസ് ഈസ് ദ സെയിം ഡയറക്ഷൻ ഈസ് ഫോർ വെക്റ്റർ ഇ മൈനസ് ക്യൂ കോസ് തീറ്റ. അപ്പോൾ ഈ പ്ലസ് ക്യൂ കോസ് തീറ്റയും ഈ മൈനസ് ക്യൂ കോസ് തീറ്റയും ഒരേ ദിശയിലാണ്. എന്നാൽ ഈ മൈനസ് ക്യൂവിൻ്റെ സൈൻ തീറ്റ കോമ്പണൻറ്റ് ഇങ്ങനെയാണ്. ദിസ് ഈസ് ഇ മൈനസ് ക്യൂ സൈൻ തീറ്റ. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് ഇലക്ട്രിക് ഫീൽഡിനെയും അവയുടെ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. മാത്രവുമല്ല, രണ്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നിറ്റ്യൂഡുകൾ സെയിം ആണെന്നും നമുക്കറിയാം. അങ്ങനെ നോക്കുമ്പോൾ ഈ പ്ലസ് ക്യൂ സൈൻ തീറ്റയുടെയും ഈ മൈനസ് ക്യൂ സൈൻ തീറ്റയുടെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആവുകയും ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആകുകയും ചെയ്യുകയും ഈ രണ്ട് കോമ്പണൻറ്റുകളും പരസ്പരം ക്യാൻസൽ ചെയ്ത് പോവുകയും ചെയ്യും. എന്നാൽ ഈ പ്ലസ് ക്യൂ കോസ് തീറ്റയും ഈ മൈനസ് ക്യൂ കോസ് തീറ്റയും ഒരേ മാഗ്നിറ്റ്യൂഡാണ് രണ്ടു പേർക്കും, പക്ഷേ രണ്ടും ഒരേ ദിശയിലായതുകൊണ്ട് ഇവർ പരസ്പരം ആഡ് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ പോയിൻ്റ് പിയിലെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് കോമ്പണൻറ്റുകളുടെ വെക്റ്റർ സമായിരിക്കുമെന്ന് മാത്രം. ഒരേ ദിശയിലായതുകൊണ്ട് നമുക്ക് സ്ട്രെയിറ്റ് ആഡ് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഇപ്പോൾ പറഞ്ഞ പോയിൻ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആകാത്ത പക്ഷം ഇവിടെ വെച്ച് പോസ് ചെയ്ത് ഒന്ന് റിവൈൻഡ് ചെയ്ത് ഒരിക്കൽ കൂടെ കേൾക്കണം. അപ്പോൾ ഈ വസ്തുതയാണ് ഇനി നമ്മൾ താഴെ എഴുതാൻ പോകുന്നത്. ദി വേർട്ടിക്കൽ
components of E plus Q and E minus Q are cancelled each other and the horizontal components add up. എഴുതി ഇത്രയേ ഉള്ളൂ. വെർട്ടിക്കൽ കോമ്പണൻറ്റുകൾ ഇ പ്ലസ് ക്യൂവിൻ്റെയും ഇ മൈനസ് ക്യൂവിൻ്റെയും വെർട്ടിക്കൽ കോമ്പണൻറ്റുകൾ ക്യാൻസൽ ചെയ്യപ്പെടുകയും എന്നാൽ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റുകൾ ആഡ് ചെയ്യപ്പെടുകയും ചെയ്യും എന്നാണ് നമ്മൾ പറയുന്നത്. പിന്നെ അടുത്ത മാത്തമാറ്റിക്കൽ സ്റ്റെപ്പ് എഴുതുമ്പോൾ നമ്മൾ അങ്ങനെയാണ് എഴുതേണ്ടത്. സോ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി ഇക്വേഷൻ എഴുതുന്നു. വെക്റ്റർ ഇ ഈസ് ഈക്വൽ ടു ഇ പ്ലസ് ക്യൂ കോസ് തീറ്റ പ്ലസ് ഇ മൈനസ് ക്യൂ കോസ് തീറ്റ. എന്നാൽ നമുക്കറിയാം ഇ പ്ലസ് ക്യൂ കോസ് തീറ്റയുടെയും ഇ മൈനസ് ക്യൂ കോസ് തീറ്റയുടെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ ഒരു കാര്യം പറയാം. ഇ പ്ലസ് ക്യൂ ഈസ് ഈക്വൽ ടു ഇ മൈനസ് ക്യൂ. അത് നമുക്ക് മുൻപേ മനസ്സിലായ കാര്യമാണ്. ഇവിടെ നോക്കൂ, ഇ പ്ലസ് ക്യൂവിൻ്റെയും ഇ മൈനസ് ക്യൂവിൻ്റെയും മാഗ്നിറ്റ്യൂഡുകൾ സെയിം ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മുകളിൽ എഴുതിയ ഈ ഇക്വേഷൻ നമുക്കൊന്ന് മോഡിഫൈ ചെയ്യാം. ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇ ഈസ് ഈക്വൽ ടു 2 ടൈംസ് ഇ പ്ലസ് ക്യൂ കോസ് തീറ്റ. ശരിയല്ലേ? ഇനി ഫിഗറിൽ നിന്ന് നമുക്ക് കോസ് തീറ്റ വേണം. കോസ് തീറ്റയ്ക്കായിട്ടുള്ള ഇക്വേഷനാണ് അടുത്തെഴുതുന്നത്. ഫ്രം ഫിഗർ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു, ശരി, നമ്മൾ ഫിഗറിലേക്ക് തിരിച്ചു വരുന്നു. കോസ് തീറ്റ എത്രയാണെന്ന് കണ്ടെത്താൻ പോവുകയാണ്. ഇതാണ് തീറ്റ. ഈ ട്രയാങ്കിളാണ് നമ്മൾ പരിഗണിക്കുന്നത്. കോസ് തീറ്റയുടെ ഇക്വേഷൻ നമുക്കറിയാം, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, അല്ലെങ്കിൽ എ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഓൾ റേസ് ടു 1/2. അങ്ങനെയും എഴുതാമല്ലോ. റൂട്ടിന് നമ്മൾ റേസ് ടു ദ പവർ 1/2 എന്ന് എഴുതാറുണ്ട്. അപ്പോൾ ഈ വാല്യൂ, കോസ് തീറ്റയുടെ ഈ വാല്യൂ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. കൂടാതെ ഇ പ്ലസ് ക്യൂവിൻ്റെ വാല്യൂവും കൊടുക്കണം. അപ്പോൾ നമ്മുടെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ മോഡിഫൈഡ് ആവുന്നു. ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 1/4πε0 ക്യൂ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു എ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഓൾ റേസ് ടു 1/2. ഇവിടെ ചെയ്തത് ഇത്രയേ ഉള്ളൂ. ഇത്രയും വാല്യൂ ആണ് ഏത്? ഇ പ്ലസ് ക്യൂ. ഇത്രയും വാല്യൂ ആണ് ഏത്? കോസ് തീറ്റ. 2 അങ്ങനെ നിലനിർത്തിയിട്ടുണ്ട്. ക്ലിയർ? ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ വെക്റ്റർ ഇ ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കിയാൽ അറിയാം, ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഓൾ റേസ് ടു 1/2 ഉണ്ട്. പിന്നെ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഓൾ റേസ് ടു 1 ഉണ്ട്. അപ്പോൾ 1 + 1/2 നമുക്ക് 3/2 എന്ന് കിട്ടുന്നു. സോ 2 ഇൻറ്റു 1/4πε0 ക്യൂ ഇൻറ്റു എ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഓൾ റേസ് ടു 3/2. കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിലെ ഡെറിവേഷനിൽ നമ്മൾ അവസാന നിമിഷം നൽകിയ അതേ കണ്ടീഷൻ ഇവിടെയും അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ദറ്റ് ഈസ് ആർ സ്ക്വയർ ഈസ് മച്ച് 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 ഗ്രേറ്റർ ദാൻ എ സ്ക്വയർ. അതുകൊണ്ട് നമുക്ക് എ സ്ക്വയർ ക്യാൻ ബി നെഗ്ലക്റ്റഡ്. എ സ്ക്വയറിനെ നമുക്ക് എന്ത് ചെയ്യാം? നെഗ്ലക്റ്റ് ചെയ്യാം. അങ്ങനെ നെഗ്ലക്റ്റ് ചെയ്താൽ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ മാറുന്നു. വെക്റ്റർ ഇ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 1/4πε0 ക്യൂ ഇൻറ്റു എ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഹോൾ റേസ് ടു 3/2. ഇനി ഇവിടെയാണ് ഒരു ചെറിയ സിംപ്ലിഫിക്കേഷൻ വേണ്ടത്. നമുക്ക് ആർ സ്ക്വയർ ഹോൾ റേസ് ടു 3/2 എന്ന് വരുമ്പോൾ നമുക്കറിയാം 2 ഇൻറ്റു 3/2 ആണ് കൊടുക്കേണ്ടത്. കാരണം
എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി നമുക്കറിയാം, എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ ഈസ് ഈക്വൽ ടു എ റൈസ് ടു എം ഇൻറ്റു എൻ. ഇവിടെ ഈ 2കൾ ക്യാൻസലായിട്ട് നമുക്ക് റിസൾട്ടിൽ r³ എന്നാണ് കിട്ടാൻ പോകുന്നത്. അത് പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മുടെ ഇക്വേഷൻ നമ്മൾ വീണ്ടും മോഡിഫൈ ചെയ്യുകയാണ്. വെക്റ്റർ E ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു 2qa ഡിവൈഡഡ് ബൈ r റേസ് ടു 3. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, q ഇൻറ്റു 2a അത് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് P ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇക്വേഷനെ ഫൈനലായിട്ട് മോഡിഫൈ ചെയ്ത് ഫൈനൽ ഇക്വേഷനിലേക്ക് എത്തുന്നു. E ഈസ് ഈക്വൽ ടു 1/4πε0 P ഡിവൈഡഡ് ബൈ r³. ഇതാണ് ഒരു ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഇക്വറ്റോറിയൽ ലൈനിലുള്ള ഏതൊരു പോയിൻറ്റിലെയും ഇലക്ട്രിക് ഫീൽഡിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഇക്വേഷൻ. ഫൈനൽ ഇക്വേഷൻ നമ്മളെത്തി. ഡെറിവേഷനിൽ എവിടെയെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അഡീഷണലായിട്ട് ഒരു കാര്യം കൂടെ പറയുകയാണ്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഇലക്ട്രിക് ഡൈപോളിൻ്റെ ആക്സിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ കൂടി എഴുതി നോക്കാം. വെക്റ്റർ E ഈസ് ഈക്വൽ ടു 1/4πε0 2p/r³. അപ്പോൾ ഇത് ഇക്വറ്റോറിയൽ ലൈനിൻ്റെയും ഇത് ആക്സിയൽ ലൈനിൻ്റെയുമാണ്. ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിലൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്ന വളരെ പ്രസക്തമായൊരു റിസൾട്ടുണ്ട്. അതിങ്ങനെയാണ്: ഇലക്ട്രിക് ഫീൽഡ് ഓൺ ആക്സിയൽ ലൈൻ ഈസ് ഈക്വൽ ടു 2 ടൈംസ് ഇലക്ട്രിക് ഫീൽഡ് ഓൺ ഇക്വറ്റോറിയൽ ലൈൻ. വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ടാണ്. ഇതൊന്ന് മനസ്സിൽ വെച്ചുകൊള്ളുക. ചിലപ്പോൾ ചില ന്യൂമറിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നമുക്കത് ഉപകാരപ്പെട്ടെ. ഇതിൽ ഇത്രേ പറയുന്നുള്ളൂ. ആക്സിയൽ ലൈനിനെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇത് 2 ടൈംസ് ഇക്വറ്റോറിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡാണ്. അതായത് ഇക്വറ്റോറിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഈ ഇക്വേഷനോടൊപ്പം ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെയുള്ള ഇക്വേഷൻ കിട്ടും എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ. അപ്പോൾ വളരെ ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഇലക്ട്രിക് ഫീൽഡുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട 2 ഡെറിവേഷനാണ് ക്ലാസ് നമ്പർ 9ലും 10ലുമായിട്ട് നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്നത്. ഇത് പഠിക്കുമ്പോൾ രണ്ടും ഒരേ സമയത്ത് പഠിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. എന്തെങ്കിലും ടോപ്പിക്കിൽ സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. നന്നായിട്ട് പഠിക്കുക. കൂടുതൽ ടോപ്പിക്സുമായി അടുത്ത വീഡിയോ ക്ലാസ്സിൽ കാണാം. താങ്ക് യു.